പുഷ്പ 2 ദ റൂൾ ഇപ്പോൾ ഫസ്റ്റ് ഷോ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ബഹ്റൈനിൽ ധനാമാളിലെ എപ്പിക് സിനിമാസിന് ഒരു 3 വർഷത്തെ ഗ്യാപ്പിന് ശേഷം 2021 പുഷ്പ 1 കഴിഞ്ഞിട്ട് 3 വർഷത്തിന് ശേഷം 2 ഒരുപാട് വൻ വിജയമായൊരു സിനിമ, നോർത്ത് ഇന്ത്യയിലൊക്കെ വൻ ബ്ലോക്ക് ബസ്റ്ററായ ഒരു സിനിമ. അതുകൊണ്ട് അവർ വീണ്ടും ഒരുപാട് പണിയെടുത്ത് വീണ്ടും സ്ക്രിപ്റ്റൊക്കെ തിരുത്തി അങ്ങനെ ചെയ്തൊരു പടം. ആ ലെവലിൽ നോക്കുകയാണെങ്കിൽ പടം എനിക്കൊരു ആവറേജ് ഫീലേ തന്നിട്ടുള്ളൂ. സ്റ്റോറി വൈസ് വീക്കാണ്, പക്ഷേ അത് സുകുമാർ വലിയ ക്യാൻവാസിൽ വലിയ ബഡ്ജറ്റ് ഉണ്ടല്ലോ, 400-500 കോടിയൊക്കെ പടത്തിൻ്റെ ബഡ്ജറ്റ് പറയുന്നു. ആ ഒരു ബഡ്ജറ്റിലേക്ക് എടുത്ത് വെച്ചത് കൊണ്ട് വിഷ്വലി കുറേ കാണാനുള്ള സംഭവങ്ങളുണ്ട്. ഫൈറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ ഫൈറ്റ് എനിക്ക് തോന്നുന്നു ഒരു 3 ഫൈറ്റേ പടത്തിലുള്ളൂ എന്ന് തോന്നുന്നു. അതിൽ ഒരു ഫൈറ്റൊക്കെ 15 മിനിറ്റോളമൊക്കെ ഉണ്ട്, ക്ലൈമാക്സ് ഫൈറ്റൊക്കെ. മൊത്തത്തിൽ പടത്തിൻ്റെ ലെങ്ത്ത് 3 hours 20 minutes എങ്ങാനും ഉണ്ട് പടത്തിൻ്റെ ലെങ്ത്ത്. അതൊരു പോരായ്മയായിട്ട് തോന്നി. കാരണം ഫസ്റ്റ് ഹാഫ് മൊത്തം കുറേ ബിൽഡപ്പാണ്. ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അത് ഫൈറ്റിലുള്ള മാസല്ല, അല്ലുവിൻ്റെ കുറച്ച് പെർഫോമൻസിലുള്ള ഒരു കുറച്ച് ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള കുറച്ച് മാസ് സീൻസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ചില സ്ഥലത്തൊക്കെ നല്ല കയ്യടികളുണ്ട്, ചില സ്ഥലത്ത് ആൾക്കാർ ഭയങ്കര ഡൗൺ ആണ്. ഇനിയിപ്പോൾ മലയാളം വേർഷൻ കണ്ടതിൻ്റെ ആണോ എന്നറിയില്ല. ഇത് തമിഴും ബാക്കി തെലുങ്ക് വേർഷനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൾക്കാർ പറയാം എന്താ എന്നുള്ള റിവ്യൂ. ഇത് എനിക്ക് തോന്നുന്നു തെലുങ്കിൽ എന്തായാലും ഒരു ഹിറ്റ് ആയിരിക്കും. അവിടെ എന്തായാലും നല്ല കളക്ഷൻ വരും, നോർത്തിലും നല്ല കളക്ഷനൊക്കെ കിട്ടാൻ പോകുന്ന പടമായിരിക്കും. പക്ഷെ നമ്മൾ മലയാളം കേരള ഓഡിയൻസ് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്ന അറിയില്ല. കാരണം കുറേ സ്ഥലത്തൊക്കെ നല്ല ക്രിഞ്ച് അടിക്കുന്നുണ്ട്. നമുക്ക് തിയേറ്ററിലിരുന്ന് കൗണ്ടർ പറയാൻ തോന്നുന്ന പോലത്തെ കുറേ സീൻസ് ഉണ്ട്. അതുപോലെ ഹീറോയിൻ്റെ പാർട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ പാർട്ടിനേക്കാളും ശ്രീവല്ലി എന്നുള്ള ക്യാരക്ടർ കുറേ കൂടെ നന്നായിട്ടുണ്ട്. പക്ഷേ ക്രിഞ്ച് സീൻസ് ഉണ്ട്. പിന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് കുറേ കുടുംബകഥയും അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ടി.എ. ഷാഹിദ് വി.എം. വിനുവിന് വേണ്ടിയിട്ട് എഴുതിയ പടത്തിന് വൈശാഖ് ഫൈറ്റ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു പടം മൊത്തത്തിൽ. അതുപോലെ സോങ്സ്, ഈ മലയാളം ലിറിക്സ് ഉള്ള സോങ്സ്, ഫീലിങ്സ് എന്നുള്ള സോങ്സ്, അത് നല്ല ഓളായിരുന്നു കേട്ടോ. തിയേറ്ററിൽ നല്ല വൈബായിരുന്നു. അത്യാവശ്യം ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ സീറ്റിലിരുന്നിട്ട് തന്നെ ഡാൻസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ഓളമുള്ള, തിയേറ്ററിൽ നല്ല ഓളം വൈബ് കിട്ടുന്നൊരു സോങ്സ് തന്നെയാണ്. അതുപോലെ ബി ജി എം തമൻ നല്ല പണിയെടുത്തിട്ടുണ്ട്. അഡീഷണൽ സ്കോറിൽ സാം CS ഉണ്ട്. സാമും നല്ല പണിയെടുത്തിട്ടുണ്ട്. BGM ടെക്നിക്കൽ വൈസൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോയി. എന്തൊക്കെയോ ഫഹദിൻ്റെ ആയിട്ടുള്ള സീൻസ്, ഫഹദിന് സ്ക്രീൻ സ്പേസ് കുറഞ്ഞതുപോലെ തോന്നി. കുറേ പെർഫോമൻസ് ഉണ്ട്, പക്ഷേ മലയാളത്തിൽ പുള്ളി അല്ല ഡബ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അല്ല, പുള്ളി തെലുങ്ക് വേർഷൻ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. മലയാളത്തിൽ ചെയ്ത ആ ഡബിങ് ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഫഹദിൻ്റെ സൗണ്ടും അദ്ദേഹത്തിൻ്റെ മോഡുലേഷനൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാതെ ഉണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു 3ക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് കണ്ട് സെക്കൻഡ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ക്യാൻവാസിലുള്ള 300-400 കോടിയൊക്കെ ഇട്ടിട്ട് ചെയ്ത ഒരു പടത്തിന് അതിൻ്റേതായ കുറേ വിഷ്വൽ ബ്യൂട്ടി ഉണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണാം, അല്ലെങ്കിൽ 1 month കഴിയുമ്പോൾ OTT വരും, അങ്ങനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.